ഷബീർ ഒമർ ഒരിക്കൽ കൂടി എൻ്റെ കൂടെ. ഷബീർ, അൻവർ എന്ത് കിട്ടിയാൽ തൃപ്തിപ്പെടുമായിരിക്കും? അൻവറിന്റെ കാര്യത്തിൽ അൻവറിനെ ഇപ്പോൾ UDF പ്രവേശനം വേഗത്തിലാക്കുക. അൻവറിന്റെ UDF പ്രവേശനവും ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വവും ഒരുമിച്ച് പ്രഖ്യാപിച്ചാൽ അൻവറിനെ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ? അതോ നേരത്തെ ഷബീർ പറഞ്ഞ പോലെ ഇല്ല, BJP മത്സരിക്കുന്നില്ല, അങ്ങനെ വന്നാൽ ആര്യാടനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയേ പറ്റൂ എന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണോ ഇദ്ദേഹം? നിഷാദ്, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഇന്ന് 9 മണിക്കാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളെ കണ്ടത്. പൊതുവായൊരു പത്രസമ്മേളനം വിളിച്ചാണ് രൂക്ഷമായ ഭാഷയിൽ തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അദ്ദേഹം പരസ്യമായ ഒരു പ്രതിഷേധം, എതിർപ്പ് ഉയർത്തുന്നത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല. കോൺഗ്രസ് തീരുമാനത്തിന് വിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ മുഴുവൻ കോൺഗ്രസ് ചർച്ച ചെയ്യട്ടെ എന്ന നിലപാടിലാണ് PV അൻവർ. അതിനുശേഷം പരസ്യമായൊരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മാത്രമായിരിക്കും PV അൻവർ ഒരു പക്ഷേ മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് അറിയിക്കുക. എന്തായാലും അദ്ദേഹം ഇന്ന് ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ നിലപാടെടുക്കുമ്പോൾ കൃത്യമായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, താൻ ഒരു പക്ഷേ മത്സരിക്കുക വരെ ചെയ്യും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മറ്റൊന്ന്, എന്തായിരിക്കും തുടർ നടപടികളെന്ന് താൻ തീരുമാനിക്കും എന്നതായിരുന്നു. എന്നാൽ ഏത് നിലയ്ക്കായിരിക്കും PV അൻവർ തുടർ നടപടികൾ സ്വീകരിക്കുക, കോൺഗ്രസ് PV അൻവറിന്റെ ആവശ്യങ്ങളോട് എങ്ങനെയായിരിക്കും നിലപാടെടുക്കുക എന്നതിനനുസരിച്ചായിരിക്കും PV അൻവറിന്റെ തുടർ നീക്കങ്ങൾ. എന്നാൽ അതേസമയം തന്നെ നോക്കിക്കാണേണ്ട പ്രധാനപ്പെട്ട സംഗതി, PV അൻവർ ഇങ്ങനെയായിരുന്നില്ല തന്റെ അഭിപ്രായം അറിയിക്കേണ്ടതിൽ, ഈ നിലയ്ക്കായിരുന്നില്ല ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള വിയോജിപ്പ് അറിയിക്കേണ്ടതെന്നൊരു പൊതുവികാരം കോൺഗ്രസ് നേതൃത്വത്തിനകത്തുണ്ട്.